നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കറിയാം രൂക്ഷമായിട്ടുള്ള വിമർശനവും തെറിവിളിയും ഭീഷണിപ്പെടുത്തലും ഒക്കെ ഈ വീഡിയോയുടെ പിന്നിലൂടെ വരുമെന്നുള്ളത് വളരെ കൃത്യമായിട്ടറിയാം. എന്നാലും പറയാതിരിക്കാൻ മേലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഞാൻ ഇസ്രായേലിൻ്റെ വിഷയവും അതേപോലെ തന്നെ അമേരിക്ക, ഹൂതി, ഗാസയിലെ വിഷയങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് എത്ര മോശമായ രീതിയിലാണെന്നറിയുമോ ഇവർ കമൻറ്റ് ചെയ്യുന്നതെന്നറിയോ? പ്രത്യേകാലം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഒരു നല്ലതായിട്ട് ജീവിക്കുന്ന, മറ്റുള്ളവരുമായിട്ട് സൗഹാർദ്ദപരമായി ജീവിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഒപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കാതെയും വ്രണപ്പെടുത്താതെയൊക്കെ ജീവിക്കുന്ന നല്ല മുസ്ലിങ്ങളുണ്ട് നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ. അങ്ങനെയുള്ളവർക്കൊന്നും ഞാനൊരിക്കലും ഒരു എതിർവാക്കുകൾ പറയാനോ അവരെ മോശമായിട്ട് ചിത്രീകരിക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഒരു വളരെ സൗഹാർദ്ദപരമായിട്ട് തങ്ങളുടെ സമൂഹത്തിലുള്ള സഹജീവികളോട് എത്രയും നന്നായി പെരുമാറിയും നല്ല രീതിയിൽ അവരോട് ജാതിയുടെ മതത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ മതവിദ്വേഷമോ വർഗീയതയോ ഒന്നും വെച്ചു പുലർത്താതെ വളരെ നന്നായി പെരുമാറുന്ന ഒത്തിരി നല്ല ആൾക്കാരെ എനിക്കറിയാം. എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എനിക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും എൻ്റെ ഒരു വാക്കോ പ്രവൃത്തിയോ ഒന്നും അവരെ വേദനിപ്പിക്കുന്നതായിട്ട് തീരണം എന്നുള്ളത് എനിക്ക് യാതൊരു വിധത്തിലും ആഗ്രഹമില്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അത്തരക്കാരുടേതായിട്ടുള്ള വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് റമദാൻ മാസമാണ്. ഈ റമദാൻ മാസത്തിൽ മുസൽമാന്മാര് അവര് നൊയമ്പ് നോക്കുകയും അത് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ വളരെ പവിത്രതയോടെ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് അവര് അതിനെ അനുഷ്ഠിച്ചു പോരുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിലും ഈ കപടവേഷധാരികളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവര് പകല് നൊയമ്പെടുക്കുകയും സന്ധ്യയ്ക്ക് നല്ലപോലെ തിന്നിട്ട് നാട്ടിലുള്ളവർ കുറ്റം പറയും, തെറി പറയുകയും അധിക്ഷേപം പറയുകയൊക്കെ ചെയ്യുന്ന യാതൊരു ക്വാളിറ്റീസും ഇല്ലാത്ത വ്യക്തികളുണ്ട്. അത് ഈ അതിതീവ്ര ഈ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ളവരാണ് ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരക്കാരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ അവസരത്തിനൊത്ത് ഇവർക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഈ അതിതീവ്ര ഇസ്ലാമിസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് ഇസ്ലാമിൽ കൂടുതൽ വിശ്വാസം ഉള്ളവരോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരെയോ അല്ല. മറിച്ച് ഇസ്ലാമിക വിശ്വാസത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുകളും സമൂഹത്തെ കടന്നാക്രമിക്കുകയും സമൂഹത്തിന്റെ സമാധാന സന്തുലിതാവസ്ഥകളെ തകിടം മറിക്കുന്ന രീതിയിലുള്ള വിശ്വാസങ്ങളെ വെച്ചു പുലർത്തുകയും അത് തീവ്രവാദം പോലുള്ള കാര്യങ്ങളിൽ അവരുടെ ഈ വിശ്വാസത്തെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ആ ഒരു നിലവാരത്തിലുള്ള ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വളരെ കൃത്യമായി ഒരു പ്രാവശ്യം കൂടി പറയാം. ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ജീവിത ശുദ്ധിയോടുകൂടിയും മറ്റുള്ളവരെ സഹജീവികളെ തന്നെ പോലെ തന്നെ കണ്ട് ജീവിക്കുന്ന വ്യക്തികളെ അല്ല ഞാനിവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. മറിച്ച് നമ്മുടെ സമൂഹത്തിൽ പല രീതികളിലുള്ള മതത്തിന്റെ പേരിലുള്ള ഭിന്നിപ്പുകൾ നടത്തുന്നു. ഇസ്ലാം മാത്രമാണ് സത്യം, മറ്റുള്ളതൊന്നും സത്യമല്ല. അതുകൊണ്ട് ഇസ്ലാം അല്ലാത്തവരെല്ലാവരെയും കാഫിറുകളായിട്ട് കണ്ടുകൊണ്ട് അവരുടെ നാശം ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത്തരക്കാരോടാണ് നമ്മൾക്ക് കാര്യങ്ങൾ പറയുവാനുള്ളത്. ഇനി ഇവരുടെ ഒരു സ്വഭാവ സവിശേഷത ഞാൻ പറയാം.
ഇനിയിപ്പോ ഞാനൊരു ഇന്റർനാഷണൽ ഒരു വാർത്ത കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും അത് കൂടുതലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലവാരത്തിൽ, അപ്പൊ ആ ഒരു നിലയ്ക്ക് ഞാൻ കാര്യങ്ങളെ സംസാരിക്കുകയാണെങ്കിൽ ഇവരുടെ ഇരട്ടത്താപ്പ് നമുക്ക് പല വിഷയങ്ങളിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ എന്ത് തെറിയായിക്കോട്ടെ, എന്ത് ആക്ഷേപമാകട്ടെ, തീവ്രവാദമായിക്കോട്ടെ, അത് ആരെങ്കിലും കൈവെട്ടാനോ കാല് വെട്ടാനോ കഴുത്തു വെട്ടാനോ എന്ത് പരിപാടിക്കും ഇവർക്ക് യാതൊരു മടിയും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ച് മുകളിലോട്ട് എന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഹൂറിമാരെ കിട്ടും എന്നുള്ളതാണ്. കാരണം ഈ കാണപ്പെടുന്ന ലോകത്ത് തങ്ങളുടെ സഹജീവികളെ സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യാൻ കഴിയാത്ത ഇവർക്ക് എന്ത് കിട്ടുമെന്നാണ് ഇവർ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നന്മ ചെയ്യുന്നവനെ മാത്രമാണ് സ്വർഗം എന്നുള്ളത്. ഇവിടെ ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ സഹജീവികളായിട്ടുള്ള മനുഷ്യന്മാരെ സ്നേഹിക്കുകയും അവരെ ആപത്തിൽ സഹായിക്കുകയും അവരുടെ കഷ്ടകാലത്തിൽ അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസിയും. അവനാണ് സ്വർഗം പോകുവാൻ അല്ലെങ്കിൽ പ്രാപിക്കുവാൻ കഴിയുക എന്നുള്ളത്. പിന്നെ ഈ സ്വർഗത്തിൽ ഇങ്ങനെ ഹൂറിമാരെ, ഭൂമിയിൽ എത്രയോ ഹൂറിമാരുണ്ട്, എത്ര സുന്ദരികളായ യുവതിമാരുണ്ട്. നല്ല വ്യക്തിത്വം, നല്ല രീതിയിൽ ജീവിക്കുന്ന പുരുഷന്മാർക്ക് ഏത് പെണ്ണാണ് അവനെ സ്നേഹിക്കാതിരിക്കുക? അപ്പൊ ഇവിടെ കിട്ടുന്ന ഒന്നും പോരാഞ്ഞിട്ടാണോ മുകളിലേക്ക് ഉള്ള പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ലോകത്ത് അശാന്തി പടർത്തുന്നത്? ഭയങ്കര വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ബേസിക്കലി ഫണ്ടമെന്റലി, അല്ലെങ്കിൽ ഇതിന്റെ ഒരു നമ്മൾ എന്താ പറയുക, അതിനെ നമ്മളിന്റെ ഒരു നിജസ്ഥിതികളിലേക്ക് ചെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്ധമായ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് എനിക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഞാനിവിടെ ആ വിഷയത്തെ ഞാനിവിടെ നിർത്തിയാണ്. ഇനി ഞാന് ഈ ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള തീവ്രവാദ വിരുദ്ധപരമായിട്ടുള്ള ആ ഒരു യുദ്ധത്തെ പറ്റി കാര്യങ്ങൾ സംസാരിക്കുക പതിവായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്തിട്ട് പറയും, ഞാൻ ഈ ഇത്തരം രീതിയിലുള്ള തീവ്രവാദത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ എന്നെ പറയും ഞാനൊരു സംഖ്യയാണെന്ന്, അല്ലെങ്കിൽ പറയും ഞാൻ അമേരിക്കയുടെ അച്ചാരം വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്നതാണെന്ന്, അല്ലെങ്കിൽ പറയും ഇസ്രായേലിന്റെ വേറെ എന്തെങ്കിലും നക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണെന്നൊക്കെ ഉള്ള ഒരു ഒരു രീതിയിലുള്ള വളരെ മോശപ്പെട്ട കമന്റുകൾ വന്ന് കമന്റ് ബോക്സിൽ. അതാരാന്നറിയാമോ? ഈ തീവ്രവാദ മനോഭാവമുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവന്മാർക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ സംഖ്യയാണെന്നുള്ളത്. ഞാൻ സംഖ്യയാണോ അല്ലെങ്കിൽ ഞാൻ വേറെന്തെങ്കിലുമാണോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് എങ്ങനെയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ കളവാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട്, ഞാൻ പറയുന്ന കാര്യം കളവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേര് വിനോദ് എന്നാണ്, നിങ്ങൾക്ക് എന്നെ ഫേസ് ചെയ്ത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്നോട് നിങ്ങൾക്ക് കാര്യങ്ങളെ അത് വിത്ത് എവിഡൻസ് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. അതൊരിക്കലും വേറെ ഏതെങ്കിലും ഒരു ലേബലിലാക്കിക്കൊണ്ട് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ആവശ്യകതയില്ല. അത് നിങ്ങൾക്ക് വേറെ താല്പര്യങ്ങളും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ തൽപരരായതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ എന്നെ ആ രീതിയിൽ ചിത്രീകരിക്കാൻ പറ്റും. പിന്നെ അമേരിക്കയുടെ അച്ചാരം, എനിക്ക് ഡോളറോ ഒന്നും കിട്ടുന്നില്ല. ഞാൻ എവിടെയും പോയിട്ട് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ല വീഡിയോ ചെയ്യുന്നത്. സത്യം എവിടെയുണ്ടോ അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു അറബ് കൺട്രിയാണ് ഇപ്പോൾ സൗദി അറേബ്യ എന്ന് പറയുന്നത്. കാരണം അവരെടുക്കുന്ന നിലപാടുകളും കാലത്തിന് ഉചിതമായിട്ടുള്ള രീതികൾ അവരുടെ പൗരന്മാർക്ക് കൊടുക്കുന്ന റെസ്പെക്ട്, ആ കൺട്രിയുടെ പരമോന്നത നേതാവായിട്ടുള്ള നമുക്ക് സൽമാൻ രാജകുമാരൻ വരുത്തിയിട്ടുള്ള നവോത്ഥാന പ്രക്രിയകളും അതുമൂലം ആ രാജ്യത്തുണ്ടായ മാറ്റങ്ങളെയൊക്കെ വളരെ റെസ്പെക്റ്റോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇസ്രായേലിനെ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ മാത്രമല്ലല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ന്യായം എവിടെയുണ്ടോ അവിടെ നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത് നാളെ മുസ്ലിം പക്ഷത്താണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിക പക്ഷത്താണ് വസ്തുതാപരമായിട്ടും അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ
നമ്മൾ ആ കാര്യത്തിലൊക്കെ കൂടെ നിൽക്കണം. CA പോലുള്ള സംഭവങ്ങൾ ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഗവൺമെന്റ് ചില നീക്കങ്ങളൊക്കെ നടത്തിയ സമയത്ത് രാഹുൽ ഗാന്ധി വന്നിട്ട് റോഡ് ഷോ നടത്തിയപ്പോൾ അതിനൊപ്പം കൂടെ കൂടിയ വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആ രീതിക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളതാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ അമേരിക്കയും ഇസ്രായേലിനെയും പകയ്ക്കുന്ന ഭയങ്കര ഈ അവരോട് വിവേചനം കാണിക്കുന്ന ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് അറബ് കൺട്രീസിനെ ഇവർ സപ്പോർട്ട് ചെയ്തേക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാം കൺട്രികളെ സപ്പോർട്ട് ചെയ്തേക്കുകയാണെങ്കിൽ ആവശ്യം വരുമ്പം, അല്ല ഇനി ഇവരെന്തെങ്കിലും മോശക്കേട് കാണിച്ചിട്ട് അതിന് തിരിച്ചടിക്കുവാണെങ്കിൽ അത് അങ്ങനെയൊക്കെ പാടുണ്ടോ? അത് ഭയങ്കര എന്താ പറയുന്നേ, അമേരിക്കൻ തീവ്രവാദികൾ, ഇസ്രായേൽ തീവ്രവാദികൾ, ഇവര് എന്താ പറയുക ജനസൈഡ് നടത്തുകയാണ്, കൂട്ടക്കുരുതി നടത്തുകയാണ്, ഇവര് പിന്നെ എന്താ പറയുന്നത് ഇവര് അധിനിവേശ ശക്തികളാണെന്നൊക്കെ ഉള്ള രീതികൾ ഘോരമായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്. നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്നത്തെ അറബ് കൺട്രീസ് ആയിട്ടുള്ള സൗദി അറേബ്യ, ഖത്തർ, അതേപോലെ തന്നെ UAE, ഇറാഖ്, ഇവിടങ്ങളിലെല്ലാം ജോർദാന്, ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് അവരുടെ മിലിറ്ററി ബേസ് ഉണ്ട്. ഈ മിലിറ്ററി ബേസ് അവിടെ ആ രാജ്യത്തിന്റെ അനുമതിയോടുകൂടി, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ റിക്വസ്റ്റ് പ്രകാരം അവര് ഒരു ഫണ്ടൊക്കെ കൊടുത്തുകൊണ്ട് ഈ അമേരിക്കൻ മിലിറ്ററി ഫോഴ്സിനെ അവിടെ അവര് തമ്പടിച്ചുകൊണ്ട് ഹാൾട്ട് ചെയ്തുകൊണ്ട് അവരുടെ രാജ്യത്തിനെതിരെ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള ത്രെട്ടിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊന്നും ഇവിടുത്തെ ഈ അതിതീവ്രത പറയുന്ന ആൾക്കാർക്ക് അവരുടെ കണ്ണിൽ ഇതൊന്നും പെടത്തില്ല. അപ്പൊ ഈ വാർത്തയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നറിയോ? അവർക്ക് ഇത് അങ്ങോട്ട് എന്താ പറയുന്ന, അവിടെ അവർക്ക് ഇതിനെ കൊള്ളാലോ എന്നുള്ള രീതിയിൽ സംസാരിക്കാം. ഞാൻ ചോദിച്ചോട്ടെ, ഈ അറബ് കൺട്രീസ് ഒക്കെ ഇത്ര വലിയ കേമന്മാരാണെങ്കിൽ അവർക്ക് അവരുടെ ഫോഴ്സിനെ വെച്ചാൽ പോരെ? അവരുടെ ഫോഴ്സിനെ വെച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ ഭീഷണികളെ നേരിട്ടാൽ പോരെ? പിന്നെ എന്തിനാണ് ഈ അമേരിക്കയുടെ ഫോഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഈ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് എന്തിനാണ്? അപ്പൊ അവിടെ അമേരിക്ക ആവശ്യമുണ്ട്. അവിടെ അമേരിക്ക കൊള്ളരുതാത്തവരല്ല, നല്ല സൂപ്പറാണ്. അപ്പൊ അവരുടെ പവറും അധികാരവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം ഈ അതിതീവ്രവാദികളായിട്ടുള്ള ഈ തീവ്രന്മാർക്ക് തലയിൽ കയറത്തില്ല. അവന്മാരിങ്ങനെ എന്തെങ്കിലും പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും പറയാം, മൂടന്മാരാണ്. ഈ സ്വന്തമായിട്ട് അങ്ങ് കണ്ണടച്ചിട്ട് ഇരുട്ടാക്കും, എന്നിട്ട് മറ്റുള്ളവരോട് പറയും മൊത്തത്തിൽ അങ്ങ് ഇരുട്ടാന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ അമേരിക്കയുടെ ഫോഴ്സ് ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള ഈ രാജ്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. ഇല്ലെങ്കിലേ ഷിയ രാജ്യമായിട്ടുള്ള ഇറാനെ പോലുള്ളവരും അവരുടെ പ്രോക്സീസും ഈ രാജ്യങ്ങളെയൊക്കെ തച്ചുടച്ച് നശിപ്പിച്ച് ഈ പറയുന്ന യമനെ പോലെയോ സിറിയയെ പോലെയോ ലെബനൻ പോലെയൊക്കെ വളരെ, അഫ്ഗാനിസ്ഥാൻ, എന്താ ഈ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ? ഇറാഖിന്റെ അവസ്ഥ എന്താണ്? ഈ രാജ്യങ്ങളൊക്കെ പണ്ട് ഒരു പ്രതാപശാലികളായ രാജ്യങ്ങളായിരുന്നു. പക്ഷെ അവിടെ ISIS ഈ പറഞ്ഞ പോലുള്ള ഷിയ മിലിഷ്യാസിന്റെ ഒക്കെ പ്രോക്സികളൊക്കെ വന്നുകൊണ്ട് ആ രാജ്യത്തെ മുഴുവനും നശിപ്പിച്ച് വെണ്ണീറടിപ്പിച്ചു. അപ്പൊ അത്തരം രീതികളിലൊന്നും ഈ സൗദി അറേബ്യയോ അല്ലെങ്കിൽ UAEയോ ഖത്തറോ ഒമാനോ ഒന്നും ആവാതിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരെടുക്കുന്ന നിലപാടും അതേപോലെ തന്നെ അവർക്ക് സുരക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ ഇന്റലിജൻസും അതേപോലെ മിലിറ്ററിയും അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഈ പൊട്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമുക്കറിയാം, ഇറാൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഹൂതി എത്രയോ കാലങ്ങളായിട്ട് സൗദി അറേബ്യക്കും അതേപോലെ UAEക്കും എതിരായിട്ട് അവർ യുദ്ധം ചെയ്തു. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? UAE അല്ലെങ്കിൽ സൗദി അറേബ്യയെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, വിശുദ്ധ നാടെന്നുള്ള മുസ്ലിങ്ങളുടെ വിശുദ്ധ നാടായ മക്ക, മദീനയൊക്കെ നിലനിൽക്കുന്ന സൗദി അറേബ്യയെ നശിപ്പിക്കണം. അപ്പൊ എത്രത്തോളം പ്രാധാന്യമുണ്ട് മുസ്ലിങ്ങൾക്ക് ഈ പ്രദേശത്തെ പറ്റി? ആ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മുസ്ലിം വിഭാഗമായിട്ടുള്ള ഷിയ ഗ്രൂപ്പ് മിലീഷ്യകളെ ഉപയോഗിച്ചുകൊണ്ട്
അവരെ ആക്രമിക്കാൻ വേണ്ടി കാലാകാലങ്ങളായിട്ട് ശ്രമിച്ചു. പക്ഷെ അമേരിക്കയുടെയൊക്കെ വലിയ പിന്തുണയുണ്ട്, ഇസ്രായേലിന്റെ ഇന്റലിജൻസിന്റെ ഒക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ആ രാജ്യം ഇന്നും അങ്ങനെ നിലനിൽക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പൊട്ടന്മാർ ഇവിടെ ഉണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് 1990-കളിൽ നമുക്കറിയാം ഇറാഖ് കുവൈറ്റിനെ 2 ദിവസം കൊണ്ട് പിടിച്ചടക്കി. 2 ദിവസം കൊണ്ട് മാത്രം അവരെന്ത് ചെയ്തറിയോ, കുവൈറ്റിനെ 2 പ്രവശ്യകളായിട്ട് അങ്ങോട്ട് വേർതിരിച്ചു. അപ്പൊ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ പറയാം. അപ്പോൾ ഈ ഇറാഖി ഫോഴ്സിനോട് കുവൈറ്റ് വിട്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ UN പല പ്രമേയങ്ങൾ, 4ഓളം പ്രമേയങ്ങൾ പാസ്സാക്കിക്കൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. ഈ 1991 ജനുവരി മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ ഫോഴ്സ് അവിടുന്ന് വിട്ടുപോകണം എന്നുള്ളത് UN ഇറാഖിനോട് പറഞ്ഞിട്ട് ഇറാഖ് അതിന് പുല്ല് വില പോലും കൊടുത്തില്ല. എന്ന് മാത്രവുമല്ല, അവരുടെ ഫോഴ്സിനെ അവിടുന്ന് പിൻവലിക്കാൻ അവർ തയ്യാറായതുമില്ല. ഈ സദാമിന്റെ ഭരണകാലത്ത് ഈ പ്രവിശ്യകളെ ഞാൻ നേരത്തെ പറഞ്ഞു 2ആയിട്ട് തരംതിരിച്ച് അവർ ഭരണവും തുടങ്ങുവാനുള്ള പരിപാടികളും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്തു. അപ്പോൾ അന്ത്യശാസനം എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ടും ഇവര് മൈൻഡ് ആക്കാതെ വന്നപ്പോൾ UN എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമേരിക്കയുടെ മിലിറ്ററി ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഫോഴ്സ്ഫുള്ളി ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ കുവൈറ്റിനെ ഇറാഖിന്റെ ഈ ഒരു ഇൻവേഷനിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അപ്പൊ അവിടെ അമേരിക്കയുടെ ഫോഴ്സ് അവിടെ എന്താ പറയുന്ന വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വലിയൊരു സഹായകനായിട്ട് അവിടെ ചെന്നു. അതുകൊണ്ട് ഇന്നത്തെ കുവൈറ്റ് നിലനിൽക്കുന്നു. അല്ലെങ്കിൽ ഇറാഖിന്റെ ഭാഗമായിട്ട് ആ കുവൈറ്റ് എന്ന് പണ്ടേ നശിച്ചു പോയാനെ. അപ്പൊ അവിടെ അമേരിക്ക നല്ല റോളാണ് എടുത്തത്. അത് കണ്ടിട്ടും കാണാതെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. സൗകര്യപൂർവ്വം അതിനെയൊക്കെ മറന്നു കളയുന്ന വ്യക്തികളുമുണ്ട്. ഇവർക്ക് ഇരട്ട നിലപാടുകൾ എടുക്കാൻ ഭയങ്കര കഴിവാണ്, വലിയ കഴിവാണ്. അപ്പോൾ തങ്ങൾക്ക് അനുകൂലമായി ആരെങ്കിലും സംസാരിച്ചാൽ അവരെല്ലാം പുണ്യാളന്മാരും, തങ്ങൾക്ക് വിപരീതമായിട്ടോ വിരോധമായിട്ടോ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ശത്രുവായിട്ടും കാഫീറായിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഹലോ, തീവ്രവാദത്തിനെതിരെയാണ് ഈ രാജ്യങ്ങൾ പടപൊരുതുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ സൗകര്യപൂർവ്വം മറക്കുന്നത്? കാരണം നിങ്ങളുടെ ഉള്ളിലെ തീവ്രമായ ആശയങ്ങളെയാണ് അവർ എതിർക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നു. അപ്പൊ 1979 ഇറാൻ റവല്യൂഷൻ, ഈ ഇറാന്റെ ഒരു നവോത്ഥാനം അവിടെ സംഭവിച്ചു, റിഫർമേഷൻ സംഭവിച്ചു. ഈ റിഫർമേഷന് ശേഷം ആ ഒരു സാഹചര്യത്തെ തക്കം പാർത്തുകൊണ്ട് ഇറാനെ ഇറാഖ് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറാഖിന്റെ മിലിറ്ററി ഇറാന്റെ പല പ്രവിശ്യകളും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ പിടിച്ചടക്കി അവര്. അതിനുശേഷം തിരിച്ചു പിടിക്കുന്നു. ഈ സമയത്ത് ഇറാന്റെ പല പ്രദേശങ്ങളും ഇറാഖ് പിടിച്ചെങ്കിലും പിന്നീട് ഉള്ള കാലഘട്ടങ്ങൾ വന്നപ്പോൾ, പിന്നീടുള്ള വർഷങ്ങൾ വന്നപ്പോൾ ഇറാൻ തിരിച്ച് ഇറാഖിന്റെ പ്രദേശങ്ങൾ പിടിച്ചടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ പിടിച്ചെടുക്കുന്ന സമയത്ത് UN റെസൊല്യൂഷനൊക്കെ വീണ്ടും പഴയതുപോലെ കുവൈറ്റും ഇറാഖും തമ്മിലുള്ള യുദ്ധസമയത്ത് വന്നതുപോലെ തന്നെ അന്നും കുറെ റെസൊല്യൂഷൻസ് ഒക്കെ പാസ്സാക്കി. പക്ഷെ അതിന് ഇറാൻ പുല്ല് വില പോലും കൊടുത്തില്ല എന്നുള്ളത് മാത്രവുമല്ല, ഇറാഖിന്റെ പല പ്രദേശങ്ങളിലേക്കും ഇറാന്റെ ആർമി കടന്നു കയറി. ആ സമയത്ത് ഇറാനെ സപ്പോർട്ട് ചെയ്തും ഇന്റലിജൻസ് പരമായിട്ടൊക്കെ ഉള്ള സപ്പോർട്ട് കൊടുത്തതൊക്കെ ഈ അമേരിക്കയും ഇസ്രായേലും കൂടിയായിരുന്നു. നമ്മൾ മറന്നു പോരുത് കേട്ടോ. അതിന് തൊട്ടു മുമ്പ് വരെയുള്ള കാലഘട്ടം, 1979 മുമ്പിട്ടുള്ള കാലഘട്ടം വരെ ഇറാന്റെ ഏറ്റവും വലിയ അലയികൾ 2 പേരായിരുന്നു, ഇസ്രായേലും അതേപോലെ അമേരിക്കയും. ഇറാന്റെ ഏറ്റവും അടുത്ത ചങ്ക് രാജ്യങ്ങളായിരുന്നു. പക്ഷേ ഈ തീവ്രമായ മുസ്ലിം ആശയം, ഇസ്ലാമിക ആശയങ്ങൾ, ഷിയ ആശയങ്ങൾ അവിടെ പ്രചരിപ്പിച്ചപ്പോൾ അമേരിക്ക ശത്രുവായി മാറി. അതേപോലെ തന്നെ ഇസ്രായേലും ഇറാന്റെ ശത്രുക്കളായി മാറി. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇറാഖിന് സപ്പോർട്ട് കൊടുത്തതും UN ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹൃദ്യമായ രീതിയിൽ ഇടപെട്ട രാജ്യങ്ങളാണ് ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും എന്നുള്ളതും വളരെ സൗകര്യപൂർവ്വം ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മറന്നു കളയുന്നുണ്ട്. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ തന്നെ സഹോദരങ്ങളല്ലേ ഈ സുന്നി സഹോദരങ്ങൾ? അവരെ എത്രയോ പേരെ ഈ ഷിയാക്കൾ കൊല്ലുന്നു. സുന്നി രാജ്യങ്ങളെ ഷിയ എന്താ പറയുക ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇറാൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അതെന്തുകൊണ്ട് നിങ്ങൾ മറന്നു കളയുന്നു? അതൊന്നും ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒന്നും കൊല്ലുന്നൊന്നും നിങ്ങളുടെ കണ്ണിൽ എവിടെയും കാണത്തില്ലേ?
അതൊന്നും ഒരു കൊലപാതകമല്ലേ? അത് വിശുദ്ധ കൊല്ലലാണോ? കാരണം മുസ്ലിം മുസ്ലിമിനെ കൊല്ലുന്നു, ഷിയ സുന്നിയെ കൊല്ലുന്നു, സുന്നി ഷിയെ കൊല്ലുന്നു, കുർദുകളെ കൊല്ലുന്നു, ട്രൂത്സുകളെ കൊല്ലുന്നു. അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നു, കൊലപാതകങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇതിനെയൊക്കെ കണ്ടിട്ടും കാണാതെ ഇതൊക്കെ വിശുദ്ധ കൊല്ലലാണെന്നും ഇതൊന്നും ആരെയും കണ്ണിലോ ചെവിയിലോ കാതിലോ ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. ഇപ്പോ ഈ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പുതിയ ഭരണ സംവിധാനം HTSന്റെ അവരുടെ മിലിറ്ററി ആ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതി എത്രത്തോളം വലുതാണെന്നുള്ളത്. അപ്പോൾ സുന്നി ഭൂരിപക്ഷമായിട്ടുള്ള ഈ HTSന്റെ ഭരണകർത്താക്കൾ ഷിയാക്കളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുകയാണ്. അവരോട് വർഗപരമായിട്ട് വലിയ ശത്രുത കാട്ടിക്കൊണ്ട് അവരെ മുച്ചൂട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ക്രിസ്ത്യൻസിനെ നശിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ മൈനോറിറ്റി വിഭാഗങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു. അവർ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ഞങ്ങളെ രക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ സൗകര്യപൂർവ്വം മറക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ വന്നുകൊണ്ട് ആരാനിടുന്ന സത്യസന്ധമായിട്ടുള്ള വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് ഞങ്ങൾ ഗാസയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ഇസ്ലാമിനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ഇസ്രായേലിനെ വെറുക്കുന്നു, അതിന്റെ അടിയിൽ വന്നിട്ട് തോന്നിവാസം എഴുതി പിടിപ്പിക്കാൻ. നിങ്ങളുടെയൊക്കെ ഈ പറയുന്ന നിങ്ങൾ ഈ യുദ്ധമില്ലാത്ത ഈ രാജ്യത്തിരുന്നുകൊണ്ട് യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിന്റെ അടിയിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലും വന്ന് 4 കമന്റ് ഇട്ടത് കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പോയിട്ട് സിറിയയിലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഈ പറയുന്ന ഗാസയിൽ പാലസ്തീനിലും ഒക്കെ ഒരു ദിവസം നിങ്ങൾക്ക് താമസിച്ച് കാണിക്കാമോ? നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല. അതൊക്കെ ചങ്കിടിക്കുന്ന ഏർപ്പാടാ. ഒരു ദിവസം ഒന്ന് താമസിക്കാമോ സ്വൈര്യമായിട്ട് ഈ അതിതീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉള്ള ഈ രാജ്യങ്ങളിൽ? നിങ്ങൾക്ക് അവിടെ സമാധാനം ഉണ്ടാവത്തില്ല, സുരക്ഷ ഉണ്ടാവത്തില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇരുന്ന് ഇന്ത്യയിലൊക്കെ ഇരുന്ന് ഇത്രയും സുരക്ഷിതമായി ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഈ നാട്ടിൽ ഇരുന്നുകൊണ്ട് അങ്ങ് സിന്ദാബാദും ജയ്യും വിളിക്കുക. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. നിങ്ങളുടെ ഈ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ, നിങ്ങളുടെ ഇരട്ടത്താപ്പ്, കൂട്ടത്തിൽ കൊട്ടാനും താളത്തിൽ പാടാനും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് തികച്ചും തെറ്റാണ്. ഗാസയിലെ ജനങ്ങൾ, ഹമാസ് അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണല്ലോ ഈ ഗാസയിൽ ഇന്ന് ഈ ആക്രമണം ഉണ്ടായത്. ഈ 2023 ഒക്ടോബർ 7 മുമ്പിട്ട് ഇസ്രായേൽ കയറി ഗാസയിൽ കയറി അടിക്കുന്നില്ലല്ലോ. ഗാസയിലെ ജനങ്ങൾ അവിടെ താമസിക്കുന്നു. എപ്പോഴൊക്കെയാണോ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പ്രശ്നങ്ങൾ വരുന്നത്, അതിന് തിരിച്ചടി അങ്ങോട്ട് കൊടുക്കും. അതാണല്ലോ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന സീസ് ഫയർ കൊണ്ടുവന്നിട്ടും ബന്ദികളെ കൃത്യമായി വിട്ടുകൊടുക്കാതെ വീണ്ടും ഇസ്രായേലിലെ ഈ മിലിറ്ററികളെ അതിനുള്ളിലേക്ക് ഗാസയിലെ സാധാരണക്കാർ താമസിക്കുന്നിടത്തേക്ക് വലിച്ചഴയ്ക്കുന്ന ആരാണ്? ഈ ഗാസക്കാരനല്ലേ, ഈ പറയുന്ന ഹമാസ് തന്നെയല്ലേ. ഹമാസ് എന്ത് ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ റോക്കറ്റ് ലോഞ്ചേഴ്സ് വെക്കുക, പള്ളിക്കുള്ളിൽ വെക്കുക, ഹോസ്പിറ്റലുകൾ ഈ പറഞ്ഞ പോലെ ഈ ഇവരുടെ ആയുധങ്ങൾ നിറച്ചു വെക്കുവാനുള്ള ഒരു സ്റ്റോറേജ് ആക്കി മാറ്റാണ് ഇവർ. അങ്ങനെ മാറ്റിക്കൊണ്ട് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പ്രവൃത്തികളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എതിർത്താൽ അവന് തോക്കുമെന്ന് അവനെ വെടിവെച്ചു കൊല്ലും. അത്രയധികം ഭയപ്പെടുത്തിയും കിരാതമായ ഭരണം നടത്തി പോരുന്ന ഈ ഹമാസിനെ അവിടുത്തെ ജനങ്ങൾ സത്യത്തിൽ വെറുക്കുന്നു. പക്ഷെ പേടി കൊണ്ടാണ് അവര് എന്ത് ചെയ്യാത്തത്? അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റായിട്ട് ഇറങ്ങാത്തത്. അപ്പൊ ഈ ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ മീഡിയകളിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നുകൊണ്ട് കുറെ ഘോരഘോരമായിട്ട് പറയുന്നവനെല്ലാം കള്ളന്മാരാണ്, ശരിക്കും കള്ളന്മാരാണ്. ആ ജനത്തിന് വേണ്ടിയിട്ട് ആ ജനത്തിന്റെ യുദ്ധം അവസാനിപ്പിച്ച് അവരെ സമാധാനത്തിലാക്കാൻ വേണ്ടി നയപരമായിട്ട് സംസാരിക്കും, നയപരമായിട്ടുള്ള ഇടപെടലുകൾ ആഗോളതലത്തിൽ ഉണ്ടാകേണ്ടതിന് പകരം ഈ കടന്നുകൊണ്ട് അവരെ കൊല്ലിക്കുന്ന രീതിയിലുള്ള കമന്റുകളും പ്രസ്താവനകളും നടത്തുന്ന ഇവിടുത്തെ വ്യാജന്മാര്, അതിതീവ്രന്മാര് കാണിക്കുന്ന ഏറ്റവും വലിയ അന്യായമാണ്. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാട്ടോ, ഈ ജനസൈഡ് ഒക്കെ നടത്തുന്നത്, ജനസൈഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ ആ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത്
ഈ മഹാന്മാര് അറിയാതെ അങ്ങ് സംസാരിക്കുകയാണ്. ഇപ്പൊ നൈജീരിയയിലും സുഡാനിലും ലിബിയയിലും ഒക്കെ എന്താ അവസ്ഥ? അവിടൊക്കെ ഒരുപാട് പേരെ കൊന്നൊടുക്കുകയാണ് ഡെയിലി, ജനസൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവസരം കിട്ടിയ ഷിയാക്കള് സുന്നികളെ ജനസൈഡ് ചെയ്യും, സുന്നികൾ തിരിച്ചും ചെയ്യും, കുർദുകളെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരെ ഈ നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളോട് പറയാന്ന് പറഞ്ഞാൽ, ഈ ജനസൈഡ് ചെയ്യുന്ന ഇസ്രായേലിൽ എങ്ങനെയാണ് 20% മുസ്ലിങ്ങൾ അവിടെ ഉള്ളിൽ സുഖമായി ജീവിക്കുന്ന, എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി അധികാരം പങ്കിട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ വിഭാഗം, മുസ്ലിം ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ വിഭാഗം തന്നെ ഇസ്രായേലിന്റെ എംപിമാരായിട്ടും ഒക്കെ അവിടെ അവരുടെ പാർലമെന്റുകളിലും അവിടെ അധികാരം പങ്കിടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം രീതിയിൽ ജനസൈഡ് ചെയ്യുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഈ മുസ്ലിംസിന് താമസിക്കാൻ പറ്റുന്നത്? ഇനി നിങ്ങളോട് ചോദിക്കാം, മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് ജൂതൻ സമാധാനത്തോട് താമസിക്കുന്നുണ്ടോ? അവന് സെറ്റിൽമെന്റുകളുണ്ടോ? അവിടുത്തെ അധികാരത്തിൽ അവൻ ഭാഗമാകുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ സൗകര്യപൂർവം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞ കണ്ണടച്ചിരട്ടാക്കിക്കൊണ്ട് മതവിദ്വേഷവും വർഗീയ വിദ്വേഷവും വെച്ച് വിളമ്പിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭൂരിപക്ഷം വരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരക്കാരെ വെറുത്തുകൊണ്ട് ഫണ്ട് സ്വരൂപിക്കുക, ഇത്തരക്കാരെ ചൊറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരെ വിമർശിച്ചുകൊണ്ടോ സംഘടന വളർത്തുക, ഈ രീതികളിലൊക്കെയാണ് ഇവരുടെയൊക്കെ ഈ ഇരട്ടത്താപ്പിന്റെ ഭാഗം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വളരെ ലഘൂകരിച്ചങ്ങ് പറഞ്ഞു പോവാണ്. കാരണം ഇതിനെ കൂടുതൽ തീവ്രമാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പലർക്കും ഇത് കൊള്ളും. അതുകൊണ്ട് കൊള്ളിക്കാൻ വേണ്ടി പറയല്ല, സത്യസന്ധമായ കാര്യങ്ങൾ അങ്ങ് തുറന്നു പറയാന്നുള്ളത്. ഈ നാട്ടില് ഈ സൗദി അറേബ്യ എന്തുകൊണ്ട് ഇസ്രായേലുമായിട്ട് അബ്രഹാം അക്കോർഡ്സ് ഒപ്പിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു? UAE അതിന് തയ്യാറായി നിൽക്കുന്നു. ജോർദാന്, ഈജിപ്ത് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് സമാധാന ഉടമ്പടി ചെയ്യുന്നു. ഇന്റലിജൻസ് രഹസ്യ വിവരങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഇസ്രായേലിന്റെ സഹായം തേടുന്നു. ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് സമാധാനത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ കിടന്ന് എത്ര കയ്യും കാലും ഇട്ട് അടിച്ചെന്ന് പറഞ്ഞാലും ഇസ്രായേലിനെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. കാരണം അവർ സ്റ്റാൻഡ് ചെയ്യുന്നത് നീതിക്കും നീതിയുക്തമായ കാര്യങ്ങൾക്ക് വേണ്ടി. 1948 ദുരാഷ്ട്ര പദ്ധതിയുമായിട്ട് UN രംഗത്ത് വന്നപ്പോൾ അറബ് രാജ്യങ്ങൾ അതിനെ അങ്ങ് ശക്തിയുക്തം അങ്ങ് എതിർത്തു. ഇസ്രായേലിന് അവിടെ ഒരു രാജ്യം വേണ്ട, ഇസ്രായേലിനെ എങ്ങനെ പറപ്പിക്കും എന്നുള്ള രീതിയിൽ 1948 ആ രാജ്യം ജനിച്ചു വീണപ്പോൾ തന്നെ ആ രാജ്യത്തിനെതിരെ യുദ്ധം നടത്തി, പല യുദ്ധങ്ങളും നടത്തി. എന്നിട്ടൊന്നും ആർക്കും ഇസ്രായേലിനെ നശിപ്പിക്കുവാനോ അതിന്റെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാനോ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഏതൊക്കെ യുദ്ധമുണ്ടാകുന്നു ആ സമയത്തെല്ലാം ഇസ്രായേല് ഈ പറയുന്ന രാജ്യങ്ങളുടെ എല്ലാം ഭൂപ്രദേശങ്ങളിൽ അവരുടെ സൈന്യം കടന്നു കയറുകയും ആ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്യുന്നു. പിന്നീട് സമാധാന കരാർ വരുമ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തന്ത്രപ്രധാനപരമായിട്ടുള്ള ചില പ്രദേശങ്ങളൊക്കെ ഇസ്രായേൽ ഇന്നും കൈയടക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ആ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അവരത് ചെയ്തു പോരുന്നു. അപ്പൊ ഈ 1948 ദുരാഷ്ട്ര പദ്ധതി വന്ന സമയത്ത് അതിനെ എന്താ പറയുന്നത്, കയറി വന്ന ഐശ്വര്യത്തെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ ടീംസാണ്. എന്നിട്ട് ഇപ്പൊ കടന്ന് കരച്ചിലാണ്. സ്ത്രീകളെ കൊല്ലുന്നു, അതേപോലെ തന്നെ പിന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, ഈ ഇസ്രായേല് അധിനിവേശം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ കിടന്ന് ഇരവാദം മുഴക്കുന്ന കുറെ ടീംസ്. സത്യം പറയാൻ നിങ്ങളൊക്കെ പൊട്ടന്മാരാണോ അതോ നിങ്ങൾ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ? ചരിത്രം പഠിക്കേ, ചരിത്രം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചരിത്രം പഠിച്ചാൽ നിങ്ങളുടെ ഈ വിഡ്ഢിത്തം പറച്ചിൽ നിങ്ങൾ അവസാനിപ്പിക്കും, സമാധാനം ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നിങ്ങൾ നടത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പും ഈ വൃത്തികെട്ട പരിപാടിയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. പ്രാക്ടിക്കലായിട്ട് ഇന്ന് ചിന്തിച്ച രാജ്യങ്ങൾക്കൊക്കെ ഇസ്രായേലുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ആ രാജ്യങ്ങളൊക്കെ വളരെ സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇസ്രായേലുമായിട്ടും അതേപോലെ അമേരിക്കയുമായിട്ടും ഒക്കെ അവര് വളരെ നല്ല ഊഷ്മളമായ ബന്ധം വ്യാപാര വാണിജ്യ മേഖലകളിലും അതേപോലെ നയതന്ത്ര മേഖലകളിലും സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം വളരെ എന്താ പറയുന്നത് യോജിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. ലെങ്തി ആയി പോകാനുള്ള കാരണം ഇത് തന്നെയാണ്. കാര്യങ്ങളെല്ലാം ഒന്ന് വിശദീകരിച്ച് പറയണം. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മേൽമൂടി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരെല്ലാം നല്ലവരാണ്.
അല്ലെങ്കിൽ സത്യം എപ്പോ എവിടെ നമ്മൾ വിളിച്ചു പറയാൻ വേണ്ടി ശ്രമിക്കുന്നോ അവരെ അന്നേരം കാഫീറുകളായി, അല്ലെങ്കിൽ പറയുന്ന പോലെ എന്താ ചാണക സംഖ്യയായി, അല്ലെ അമേരിക്കയുടെ അച്ചാരം മേടിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഏതെങ്കിലൊക്കെ നക്കിയിട്ട് വീഡിയോ ചെയ്യുന്നവരെന്നുള്ള രീതിയിലൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ. എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പുണ്യമാസം എന്ന് പറഞ്ഞ് ഈ ലോകത്തെ മുഴുവൻ മുസ്ലിംകളും ആചരിക്കുന്ന ഈ റമദാൻ മാസത്തിൽ വന്നിരുന്നുകൊണ്ട് വളരെ അസഭ്യം പറയുന്ന, മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന ഇത്തരം വൃത്തികെട്ടവന്മാര്, ഇവരോട് ശരിക്കും പറഞ്ഞാൽ പരമ പുച്ഛമാണ്. ഇവരുടെയൊക്കെ ആശയം എന്ന് പറയുന്നുണ്ടല്ലോ വളരെ ഭയങ്കര ഹീനമായ പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇരട്ടത്താപ്പ് കൊണ്ട് നിങ്ങൾക്ക് നാശമല്ലാതെ നിങ്ങൾക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇസ്രായേലിനെ നിങ്ങൾക്ക് പഴി പറയാം, അതേപോലെ തന്നെ മറ്റുള്ളവരെ, കാരണം ഇസ്രായേൽ ഗാസയില് അവരെ അടിച്ചപ്പോൾ തിരിച്ചവര് റിറ്റാലിയേഷൻ ചെയ്യുന്നു. അപ്പൊ തിരിച്ചവര് റിറ്റാലിയേഷൻ ചെയ്യുന്ന സമയത്ത് അത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ എന്തായാലും ഇപ്പൊ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു മുസ്ലിമിന് എതിരല്ല. പക്ഷെ ഈ തീവ്രവാദത്തിനെതിരെയും തീവ്രവാദ ആശയങ്ങൾ പിന്തുടരുന്ന മറ്റുള്ള സമൂഹത്തിലെ മനുഷ്യന്മാരെ, നിങ്ങളെപ്പോലെ ചോരയും നീരും ഒക്കെ ഉള്ളവരെ വളരെ മോശപ്പെട്ട രീതിയിൽ കാണുകയും വെടക്ക് കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുന്ന അത്തരക്കാരോട് ശരിക്കും പറഞ്ഞ പുച്ഛമാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ തീവ്രവാദം കൊണ്ട് എത്രയോ പേരെ കൊന്നൊടുക്കി, നിങ്ങളുടെ സമൂഹത്തിൽ എന്തോ ഒരു അശാന്തി ഉണ്ടാക്കി, എത്രയോ പേര് പലായനം ചെയ്തു പോയി. ഇന്ന് ഈ പറയുന്ന യൂറോപ്യൻ കൺട്രികളിലും അമേരിക്കയിലും ഒക്കെ പോയിട്ട് അവരെയൊക്കെ തിരിച്ചു പറഞ്ഞേക്കുക, നിന്റെയൊക്കെ നാശപ്രവൃത്തികൾ കാരണം ഈ രാജ്യങ്ങളിൽ നിന്നും ഇവിടുന്ന് പലായനം ചെയ്ത് ജീവനും കൊണ്ട് ഓടിയ പല മനുഷ്യന്മാരും അവിടെ ചെന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് കുറെ വിഷവിത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, യുവന്മാർ അവിടെ ചെന്ന് അവിടെയും പോയിട്ട് ഈ പറഞ്ഞുള്ള പോക്കൃത്തരം കാണിക്കും. ഈ പോക്കൃത്തരം കാണിച്ച് അവസാനം അവിടെയും നിക്കക്കള്ളി ഇല്ലാണ്ടായി. എവിടെ പോയാലും നാശം ഉണ്ടാക്കുന്ന കുറെ ടീമുണ്ട്. അപ്പൊ നിങ്ങൾ കാണുന്ന എന്തൊക്കെ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉള്ളേ. അപ്പൊ ഇത്രക്കാരും ഈ തീവ്ര ആശയക്കാര് ലോകത്ത് മുഴുവനും അശാന്തി വിതറുമ്പോൾ ഒരു പക്ഷമുണ്ട് സമാധാനത്തോടെ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരെ ഓർക്കുമ്പോൾ ബിഗ് സല്യൂട്ട്. കാരണം നിങ്ങൾ ഈ ലോകത്തിലെ പല മതങ്ങളും ഉണ്ട്, പല സിദ്ധാന്തങ്ങളുണ്ട്. ആ സിദ്ധാന്തങ്ങൾ പലരും പലതിലും വിശ്വസിച്ചു പോകുന്നുണ്ട്. അതൊക്കെ അവരുടെ മൗലികമായ അവകാശമാണ്. അതിനെയൊന്നും നമുക്ക് വിമർശിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ നമ്മൾ എന്തിനു വെറുക്കണം? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ ഇരട്ടത്താപ്പുകാരോട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ അത്രയും മോശപ്പെട്ട രീതിയിലൊക്കെ വന്നിട്ടാണ് ഓരോ കമന്റുകൾ ഇടുന്നത്. നമുക്ക് ആരെയും ഒന്നും താങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അധ്വാനിച്ച് ജീവിച്ചാൽ നമുക്ക് വല്ലതും കഴിക്കാം. അല്ലാതെ ആരുടെങ്കിലും എന്താണ്ടൊക്കെ താങ്ങിയത് കൊണ്ട് ഇവിടെ ജീവിച്ചു പോകാന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ, അത് വെറും മൂഢ ലോകത്ത് ജീവിക്കുന്നവരാണ് അങ്ങനെയൊക്കെ സംസാരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇരട്ടത്താപ്പുകാരെ സലാം. അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.